നിങ്ങളൊരു പുതിയ മൊബൈലോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ സ്മാർട്ട് ടിവിയോ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണോ? എന്നാൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ടെക് ലോകം ഇതുവരെ കാണാത്തത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഗ്രാഫിക് കാർഡുകളുടെ വിലവർധന നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ റാമിന്റെയും SSD-യുടെയും വില ആകാശമുട്ടെ ഉയർന്നിരിക്കുകയാണ്. സാധാരണ 32 GB 64 GB റാം ചിപ്പുകൾക്ക് 600% വരെയാണ് വില കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ആരാണ് ഇതിനു പിന്നിൽ? പരിശോധിക്കാം വിശദമായി. ഈ വിലക്കയറ്റത്തിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ്. 2025 ഓഗസ്റ്റിൽ അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ പുതിയ നികുതികൾ ചിപ്പുകളുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം ഇതിലും ഗൗരവകരമായ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെമ്മറി ചിപ്പ് നിർമ്മിതാക്കളായ മൈക്രോൺ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയുള്ള റാം നിർമ്മാണം നിർത്തിയിരിക്കുകയാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ വിപണിയിൽ സാംസങ്, SK ഹൈനിക് എന്നീ 2 കമ്പനികൾ മാത്രമായി മാറി. മത്സരം കുറഞ്ഞതോടെ വില നിശ്ചയിക്കാനുള്ള അധികാരം ഈ വമ്പന്മാരുടെ കയ്യിലായിരിക്കുകയാണ്. നമ്മൾ അവർ പറയുന്ന വിലയ്ക്ക് റാം വാങ്ങേണ്ടുന്ന ഗതികേടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തിനാണ് മൈക്രോൺ സാധാരണക്കാരെ ഉപേക്ഷിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാരണം മറ്റൊന്നുമല്ല, AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓപ്പൺ AI, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾക്ക് തങ്ങളുടെ AI മോഡലുകൾ വികസിപ്പിക്കാൻ വൻതോതിൽ റാം ആവശ്യമാണ്. നമ്മൾ ഒരു PC-യിൽ 16 GB റാം ഉപയോഗിക്കുമ്പോൾ ഒരു സാധാരണ AI ഡാറ്റാ സെന്ററിലെ ഓരോ GPU-നും 150 GB വരെ VRAM ആവശ്യമായി വരുന്നു. ഓപ്പൺ AIക്ക് മാത്രം പ്രതിമാസം 9 ലക്ഷം റാം വേഫറുകളാണ് റാം നിർമ്മാണ കമ്പനികൾ നൽകുന്നത്. ലാഭം കുറഞ്ഞ സാധാരണ ഉപയോക്താക്കളെക്കാൾ കോടിക്കണക്കിന് ഡോളർ മുൻകൂട്ടി നൽകുന്ന AI കമ്പനികളെയാണ് ചിപ്പ് നിർമ്മാതാക്കൾ ഇപ്പോൾ സ്നേഹിക്കുന്നത്. റാം വില വർധന ഗെയിമർമാരെ മാത്രമല്ല ബാധിക്കുന്നത്. റാം വില കൂടിയാൽ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, സ്മാർട്ട് TV തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിലയും കൂടും. പഴയ വിലയ്ക്ക് തന്നെയാണ് കമ്പനികൾ സാധനം വിൽക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവ കുറഞ്ഞ റാം മാത്രമുള്ളതായിരിക്കും. ഇത് ഉപകരണങ്ങളുടെ പെർഫോമൻസിനെ സാരമായി ബാധിക്കും. സാമൂഹികമായ ചില പ്രശ്നങ്ങളും ഇതുമൂലം സംഭവിക്കുന്നുണ്ട്. വിലവർധന മൂലം സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്ക് പുതിയ ഹാർഡ്വെയറുകൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകും. ഇത് രാജ്യത്തിന്റെ ഡിജിറ്റൽ വളർച്ചയെ തന്നെ മന്ദഗതിയിലാകും. മികച്ച AI മോഡലുകൾ ലോകത്തുണ്ടായിട്ട് എന്തു കാര്യം? അത് പ്രവർത്തിക്കാൻ ആവശ്യമായ മെമ്മറി നമ്മുടെ സാധാരണ ഉപകരണങ്ങളില്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യ കൊണ്ട് ആർക്കാണ് ഗുണം? ഇനി ഈ ദുരന്തം എന്ന് അവസാനിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിർമ്മിതാക്കളുടെ കണക്ക് പ്രകാരം 2028 വരെ ഈ റാം ദൗർലഭ്യം തുടരാനാണ് സാധ്യത. AI വ്യവസായം ലാഭത്തിലാകുന്നത് വരെ ഈ ഡിമാൻഡ് കുറയാൻ പോകുന്നതേയില്ല. തായ്വാനിലെ നന്യ പോലുള്ള ചെറിയ കമ്പനികൾ വിപണിയിലെ ഈ വിടവ് നികത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിവാര്യമാണ്, പക്ഷേ അത് സാധാരണക്കാരന്റെ പോക്കറ്റ് കീറിക്കൊണ്ടായിരിക്കരുത്.